നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ ഞാനിപ്പോൾ ഈ പറയുന്നത് രാഹുകേതു മാറ്റം, മെയ് 18 രാഹുകേതു മാറ്റമാണ് പറയുന്നത്. എൻ്റെ വ്യാഴമാറ്റം ഉൾപ്പെടെയുള്ള എൻ്റെ വീഡിയോകൾ കണ്ട് നന്നായിട്ട് നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തു. അതിനെല്ലാം വളരെ നന്ദി നിങ്ങളോട് ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കുംഭക്കൂറിൻ്റെ രാഹുകേതു മാറ്റ ഫലമാണ് പറയുന്നത്. തീർച്ചയായിട്ടും കുംഭക്കൂറിൻ്റെ ഇപ്പോൾ പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായൊരു സമയമാണെന്ന് പറയാം. ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാൻ കാരണം നിലവിൽ കുംഭക്കൂറിന് 7ാം ശനി നടക്കുന്നതിൽ 5 വർഷം കഴിഞ്ഞു. അവസാനത്തെ 2.5 വർഷത്തെ ശനിദോഷമാണ്. തീർച്ചയായിട്ടും ശനി ആദ്യകാലത്ത് കുറച്ച് കഷ്ടപ്പെടുത്തിയെങ്കിൽ നിങ്ങൾക്ക് ഇനി ഈ പോകുന്ന പോക്കിൽ ഒരുപാട് ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും തന്നിട്ടേ പോകുള്ളൂ. ശനി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും, കാരണം ജന്മശനി കഴിഞ്ഞു. ഇനി മറ്റൊന്ന്, നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മെയ് 14-ാം തീയതി വ്യാഴം മാറിയത് 5-ലേക്കാണ്. വ്യാഴൻ്റെ ഏറ്റവും നല്ല അനുഗ്രഹ സ്ഥാനമാണ് 5ഉം 9ഉം. അപ്പോൾ തീർച്ചയായിട്ടും ധനപരമായിട്ടും ജീവിതത്തിൽ ഇതുവരെയുള്ള എല്ലാ ക്ലേശങ്ങളും തീർത്ത് നിങ്ങൾ ഐശ്വര്യവും ധനപരമായിട്ടും ഭാഗ്യം കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു വർഷമാണ് ഈ വർഷം. പിന്നെ ഇപ്പോൾ രാഹുകേതു മാറുന്നത് കൂടുതൽ ഗുണമാണെന്നും ദോഷമാണെന്നും പറയാൻ പറ്റില്ല. ജന്മത്തിലേക്കാണ് സർപ്പൻ മാറുന്നത്. അതുപോലെ തന്നെ കേതു അഷ്ടമത്തിൽ നിന്ന് മാറുന്ന വളരെ വലിയ അനുഗ്രഹമാണ്. വളരെ കഷ്ടതകൾ മാറുന്നു, എങ്കിലും 7-ൽ കണ്ടകസ്ഥാനത്തേക്ക് മാറുന്ന അത്ര നന്നല്ല, പക്ഷേ വലിയ കഷ്ടതയെല്ലാം മാറി. അപ്പോൾ കുംഭക്കൂറിൻ്റെ ഫലം പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. അവിട്ടത്തിൻ്റെ 3ഉം 4ഉം പാദം, ചതയം, പിന്നെ പൂരിട്ടാതിയുടെ ആദ്യത്തെ 3/4 പങ്ക്, അതായത് 1, 2, 3 പാദക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത്. കുംഭക്കൂറിന് പൊതുവിൽ കഴിഞ്ഞ ഒരു 1-2 വർഷം അത്ര നന്നായിരുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങളിൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചാണ്. അതെല്ലാം മാറുന്നു. നിങ്ങൾക്ക് പല വഴിയിലൂടെ ധനം വരും. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും. സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കും. ഒരുപാട് നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങി സാമ്പത്തികമായ ചില പുതിയ വഴികൾ ഓപ്പണായി വരും. നിങ്ങൾ നേരത്തെ സർക്കാരിലേക്കൊക്കെ അല്ലെങ്കിൽ വിദേശത്ത് നിന്നൊക്കെ ധനത്തിന് വേണ്ടി എന്തെങ്കിലും പ്രയത്നങ്ങൾ നടത്തി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം ഫ്രൂട്ട്ഫുൾ ആവുന്ന ഒരു കാലമാണ് ഇനി വരുന്ന. അതായത് ശരിക്കും ഇപ്പം വ്യാഴം മാറിയതേ ഉള്ളൂ. ഇതിൻ്റെ ഫലം ഒരു മെയ് അല്ലേ, ജൂൺ തൊട്ട് പ്രതീക്ഷിച്ചാൽ മതി. ജൂൺ പകുതിയൊക്കെ കഴിഞ്ഞിട്ടേ പ്രതീക്ഷിക്കാവൂ. പിന്നെ മറ്റൊന്ന്, കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യ ശ്രദ്ധ നന്നായിട്ട് വേണം. കാരണം ജന്മത്തിലേക്ക് കേതു വരുന്നതുകൊണ്ട് നാഡീ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ഈ സ്പോണ്ടിലോസിസ്, കഴുത്ത് വേദന, അങ്ങനെയുള്ള സന്ധി വേദന, ഇങ്ങനെയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. വീണ്ടും മാറി നിന്ന് അസുഖങ്ങൾ വരികയാണെങ്കിൽ ഉടൻ ശ്രദ്ധ പുലർത്തി നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതുപോലെ തന്നെ കുംഭക്കൂറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവശ്യത്തിനുള്ള യാത്രകളെ ആകാവും, അനാവശ്യ യാത്രകളെല്ലാം ഒഴിവാക്കണം. നിങ്ങൾക്ക് എങ്ങ് യാത്ര ചെയ്യാതെ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഭാഗ്യങ്ങൾ ഈശ്വരൻ കൊണ്ട് തരുന്നൊരു കാലമാണ്. അത് വരാൻ പോകുന്നേ ഉള്ളൂ. ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടി ഡെവലപ്മെൻ്റ് ആവും. പുതിയ പാർട്ട്നേഴ്സ് തിരക്കി വരും. അതുപോലെ തന്നെ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ ഒരുപാട് സൗഹൃദങ്ങളും ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും പ്രണയവും ഇഷ്ടമൊക്കെ വരുന്നൊരു കാലമാണ്. പക്ഷേ ഇതെല്ലാം വരുമ്പോഴും വളരെ ജാഗ്രത പുലർത്തണം. കാരണം അതിനകത്തുകൂടി നമ്മളെ പരീക്ഷിക്കാൻ വരുന്ന അല്ലെങ്കിൽ നമുക്ക് പണി തരാവുന്ന ബന്ധങ്ങളും വരും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വരുന്ന ബന്ധങ്ങളിൽ നമ്മൾ വളരെ ജാഗ്രത പുലർത്തണം. വളരെ ശ്രദ്ധിച്ച് പരീക്ഷിച്ച് മാത്രമേ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ വളരെ പുണ്യവും പിന്നെ കർമ്മപുണ്യവും ഉള്ള ഒരു കൂറാണ് കുംഭക്കൂറ് നമുക്കറിയാം. എങ്കിലും അതൊന്നുകൂടി വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിനുള്ള അവസരങ്ങൾ വരും. അപ്രതീക്ഷിതമായിട്ട് തീർത്ഥാടനം, ക്ഷേത്ര യാത്രകൾ, പ്രാർത്ഥനകൾക്കുള്ള അവസരങ്ങളൊക്കെ തേടി വരും. അതെല്ലാം ഉപയോഗപ്പെടുത്തണം. ആദ്യകാലത്ത് ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് ബിസിനസ്സിലായിരുന്നാലും നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്ന കച്ചവടത്തിലെ കുറച്ച് മാന്ദ്യം, ഒരു സ്ലോ ആയാലും അത് പിന്നീട് മാറി വളരെ പുരോഗതിയിലേക്ക് പോകും. പുതിയ പദ്ധതികളോ പുതിയ ബിസിനസ്സോ തുടങ്ങാൻ സമയം നല്ലതാണ്. ധൈര്യമായിട്ട് ഇറങ്ങാം. അതുപോലെ തന്നെ നിങ്ങൾ അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേരത്തെ തുടങ്ങി വെച്ച് ബ്രേക്കായി വീണ്ടും തുടങ്ങണമെന്ന് വിചാരിക്കണേ ധൈര്യമായിട്ട് തുടങ്ങാം. അതുപോലെ തന്നെ വീട് പണി ഒന്ന് പുതുക്കണമെന്നോ, അതിനകത്ത് വീട്ടിൽ പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പുതിയ ആൾട്ടർനേഷനൊക്കെ വരുത്താൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ ഈ
ഏത് കാര്യത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം ഒരു തടസ്സം വരും, പിന്നീട് അത് നടക്കും. അങ്ങനെയാണ് ഇനിയുള്ള കാലം. അപ്പോൾ അത് ഒരു 2-3 മാസത്തേക്ക് അങ്ങനെ ആയിരിക്കും. അത് കഴിയുമ്പോൾ സ്മൂത്താവും കാര്യങ്ങൾ. ശത്രുക്കളെ വളരെ ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ മറഞ്ഞിരുന്ന ശത്രുക്കളൊക്കെ തലപൊക്കാനും അതിൽ പലരും നമ്മളുടെ അടുത്ത് വീണ്ടും ലോഹ്യം കാണിച്ച് സൗഹൃദം കൂടാൻ വരും. കൂടിക്കളയരുത്. അവരെ പിണക്കരുത്. ഒരു ഡിസ്റ്റൻസിൽ തന്നെ ഒരു ലക്ഷ്മണരേഖയ്ക്ക് പുറത്ത് നിർത്തിയാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ വളരെ തലവേദന ഉണ്ടാക്കിയിരുന്ന പല പ്രശ്നങ്ങളും അതിന് പോംവഴികളും സഹായങ്ങളും നമുക്ക് മറ്റുള്ളവരിലൂടെയോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരിലൂടെയൊക്കെ വന്നെത്തും. അതുപോലെ തന്നെ ഉദര രോഗങ്ങൾ, ശിരോരോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതിനുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുക. വളരെ ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള ഒരു വർഷം വളരെ പ്രയോജനപ്പെടുത്തിയാൽ വളരെ ഉന്നതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്ന, പരിവർത്തനം വരുന്നൊരു കാലമാണ്. കുംഭക്കൂറുകാർ തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടുത്തണം. എൻ്റെ വീഡിയോകളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾക്കെല്ലാം എനിക്ക് വളരെ നന്ദിയും കടപ്പാടുകൊണ്ട്, നിലവിൽ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഇതിൻ്റെ താഴെ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. 2 ആഴ്ചത്തേക്ക് ഇപ്പോൾ തന്നെ ബുക്കിംഗ് ഫുള്ളാണ്, അപ്പോയിൻമെൻറ്റ് ഫുള്ളായിപ്പോയി. എങ്കിലും നിങ്ങൾക്ക് വരുന്ന എല്ലാ സംശയങ്ങളും, നിങ്ങളുടെ പുതിയ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ, ജാതകം നോക്കേണ്ടിയോ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാലും വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടോളൂ. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്നുകൊള്ളാം. എൻ്റെ ഈ വീഡിയോകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും എനിക്ക് ധാരാളം ലൈക്ക് തരികയും ചെയ്യുന്നതിനും കമൻറ്റ് തരുന്നതിനും എത്രത്തോളം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. എന്നും ഇതുണ്ടാവണം. ഹരേ കൃഷ്ണ.